ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആമസോണിൽ നിന്ന് നമുക്കൊരു ബോക്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വീട്ടിൽ തന്നെ നമുക്ക് ബ്രെഡ് നിർമ്മിക്കാവുന്ന ഒരു മെഷീനാണുള്ളത്. അപ്പോൾ നമുക്കിത് അഴിച്ചിട്ട് ആ മെഷീനൊന്ന് പരിചയപ്പെടാം. നമുക്കത് വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ബ്രെഡ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആമസോണിൻ്റെ ബോക്സ് തുറന്നിട്ട് നമ്മുടെ ആട്ട മേക്കറിൻ്റെ അല്ലെങ്കിൽ ബ്രെഡ് മേക്കറിൻ്റെ ബോക്സ് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ എഴുതിയാണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് ഒന്നുകിൽ ബ്രെഡ് മേക്കറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആട്ട മേക്കറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാനുള്ളത് ഈ മെഷീൻ തന്നെ കുഴച്ച് തരും. അതെടുത്തിട്ട് നമുക്ക് ചപ്പാത്തി നിർമ്മിക്കാം. ബ്രെഡ് ആണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീൻ തന്നെ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി തരും. പിന്നെ ഇതിൽ ഓപ്ഷൻസൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി വേറെ സൈഡുകളിൽ നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 10,000 രൂപയാണ് ഈ ബോക്സിൽ എഴുതിയേക്കണേ. പക്ഷേ ശരിക്കും ഇതൊരു 7,500 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. നമ്മുടെ ആട്ട മേക്കറിൻ്റെ ബോക്സിൻ്റെ മറ്റൊരു സൈഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ 19 മെനു അല്ലെങ്കിൽ 19 പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള ബ്രെഡുകൾ ഉണ്ടാക്കാനോ പിസ്സ ഡോ ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ കേക്കൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് മെഷീൻ. അപ്പോൾ ഇതിലുണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചാൽ ഇതുപോലെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഈ ബോക്സും കൂടി അൺബോക്സ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് നമുക്ക് പുറത്തെടുത്ത് നോക്കാം. ബോക്സ് തുറന്നാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ കാണുന്ന അതേപോലെയുള്ള ഒരു പരസ്യമാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ആട്ട മേക്കർ ബ്രെഡ് മേക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, മെനു ഓപ്ഷൻസ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയാണ് വിശദമായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് സമയം പോലെ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ബുക്ക്ലെറ്റുകൾ വായിച്ചിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് സംശയമില്ലാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കവറിങ് ഉണ്ട്. നമ്മളത് തുറക്കുകയാണ്. തുറന്നാൽ നമുക്ക് മെഷീൻ കാണാം. ഇനി മെഷീൻ ഒന്ന് പുറത്തേക്ക് എടുക്കാം. മെഷീൻ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ട്. നമുക്ക് ഈ കവറൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം. നമ്മൾ മെഷീനൊക്കെ കവറിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കെൻറ്റിൻ്റെ ബ്രെഡ് മേക്കർ അല്ലെങ്കിൽ ആട്ട മേക്കർ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടണുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് 19 മോഡ് അല്ലെങ്കിൽ 19 മെനു ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിക്കുന്നൊന്നുമില്ല. നമുക്ക് വിശദമായിട്ട് ഇതിൻ്റെ യൂസർ മാനുവൽ നോക്കിയാൽ കിട്ടും. പിന്നെ ഇതിൽ മെനു സെലക്ട് ചെയ്യാൻ ഒരു ബട്ടൺ, പിന്നെ വെയിറ്റ് സെലക്ട് ചെയ്യാം, ടൈമർ സെലക്ട് ചെയ്യാം, പിന്നെ ബ്രെഡിൻ്റെ ഒക്കെ കളർ സെലക്ട് ചെയ്യാം, പിന്നെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനൊരു ബട്ടൺ, പിന്നെ ഒരു ചെറിയ സ്ക്രീൻ. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ മുകളിൽ നമുക്ക് കാണുന്നത്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇത് തുറന്നാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മാവൊക്കെ മിക്സ് ചെയ്യാനുള്ളൊരു സെക്ഷൻ. അത് നോക്കാം. മാവിൻ്റെ അളവൊക്കെ എടുക്കാനുള്ള ചെറിയൊരു കപ്പും പിന്നെ ചെറിയൊരു സ്പൂണൊക്കെ ഉണ്ട്. നമുക്ക് ഈസ്റ്റൊക്കെ എടുത്ത് ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ മാവൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് നേരെ വലിച്ച് മുകളിലേക്ക് എടുത്താൽ കിട്ടില്ല. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഈ ഹാൻഡിലുണ്ടല്ലോ, ഇതിങ്ങനെ പൊക്കിയിട്ട് പതുക്കെ പാത്രം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കണം. എന്നിട്ട് വേണം ഇത് പൊക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രം കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ എത്രയാണോ ബ്രെഡ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ചേരുവകൾ നമ്മളിതിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചിട്ട് ആ പ്രോഗ്രാം സെലക്ട് ചെയ്യണമെങ്കിൽ ഈ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി തരും. ഇനി നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് ബ്രെഡൊക്കെ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് മെഷീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ പാത്രം എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഈ മെഷീനിൽ തന്നെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാവൊക്കെ കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ ഇതും കൂടി നമ്മളിതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ബുക്കിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഈ മാവ് കുഴയ്ക്കുന്ന സെറ്റപ്പ് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ മെഷീൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ടാണ് ഇത് ഊരിയെടുത്തത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ തിരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാത്രം നമ്മളിതിൽ വെച്ചു. ഇനി നമ്മൾ മെഷീൻ്റെ അടപ്പൊക്കെ ഒന്ന് അടച്ച് ഇത് കറണ്ടിൽ കുത്തിയിട്ടുണ്ട്. സ്വിച്ചൊക്കെ ഒന്ന് ഓണാക്കി. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ടൈമും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ബേക്ക് മോഡിലേക്ക് ഇടണം. ബേക്ക് മോഡിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ചൂടാക്കണം.
അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. 15 ബേക്ക് മോഡ്. അപ്പോൾ ഇവിടെ 10, 11, 12, 13, 14, 15. ഇനി നമുക്ക് ടൈമർ ഒന്ന് കൂട്ടാം. ഇപ്പോൾ 10 മിനിറ്റ് ആയി കാണുമെന്ന് വിചാരിക്കണു. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ഒന്നും സംഭവിക്കണില്ല. നമുക്കൊന്നും കൂടി നോക്കാം. ഇപ്പോൾ ടൈമർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ടാവണം. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ്സൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല അതിൽ കൂടെ നോക്കിയിട്ടൊന്നും. അപ്പോൾ എന്തായാലും ഇത് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കാം. ഒരു ബീപ്പ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറയുന്ന ആ പേരിൻ്റെ അവിടേക്ക് ഒരു ആരോ മാർക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഗ്ലാസ്സിൽ നമുക്ക് കുറച്ച് ഈർപ്പൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചൂടായിട്ടുണ്ട്. സംഭവം മെഷീൻ ചൂടായി. പിന്നെ ഇതിൻ്റെ മുകളിൽ പ്രത്യേക ഒരു വാണിംഗ് എഴുതിയിട്ടുണ്ട്, നല്ല ചൂടായിരിക്കും, തൊടണ്ട, കൈയൊക്കെ പൊള്ളുന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ നേരത്തെ കണ്ട യൂസർ മാനുവലിലെ ഇൻസ്ട്രക്ഷൻസാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ യൂസർ മാനുവൽ ഒന്ന് എടുത്ത് നോക്കാം. ഈ യൂസർ മാനുവലിൽ നമുക്ക് ക്യുക്ക് ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു 500 ഗ്രാമുള്ള ക്യുക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 മണിക്കൂർ 55 മിനിറ്റ് സമയമാണ് വേണ്ടത്. പിന്നെ 180 മില്ലി വെള്ളം, പിന്നെ 1 സ്പൂൺ സോൾട്ട് വേണം, പിന്നെ 2 സ്കൂപ്പ് ഷുഗർ വേണം, പിന്നെ ഓയിൽ 2.5 സ്കൂപ്പ്, പിന്നെ മൈദ നമുക്കൊരു 300 ഗ്രാം മൈദ വേണം, പിന്നെ ഈസ്റ്റ് വേണം, അതൊരു 2.5 സ്പൂണ്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ക്യുക്ക് ബ്രെഡ് ഉണ്ടാക്കി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എടുത്ത് പണി തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൽ കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ ഇട്ടു. ശരിക്കും ഈ കപ്പിൽ ഒരു 2.25 കപ്പ് മൈദ ഇടാനാണ് പറയുന്നത്. കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 2ാമത്തെ കപ്പ് മൈദ ആഡ് ചെയ്യണം. 2.25 കപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ റെസിപ്പിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പും കൂടി നമ്മൾ കൊണ്ടുവരും. ഇപ്പോൾ 2.25 കപ്പ് മൈദ നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. അടുത്തായിട്ട് നമ്മൾ 2 സ്കൂപ്പ് പഞ്ചസാര ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യണം. കിട്ടും 1 സ്കൂപ്പും കൂടി ഇട്ടിടാം. 2 സ്കൂപ്പ് പഞ്ചസാര ഇട്ടു. അപ്പോൾ നമുക്ക് ഈ മെഷീൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ഒരു ഉപകരണമാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് സ്കൂപ്പ് ഇളക്കാനും ഈ സൈഡിൽ സ്പൂണായിട്ട് ഇളക്കാനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്തപ്പോൾ വലിയ ഭാഗം കൊണ്ടാണ് എടുത്തത്. ഇനി നമുക്ക് ഈസ്റ്റ് ചെറിയ സ്പൂണായിട്ടാണ് ഇളക്കേണ്ടത്. അപ്പോൾ ചെറിയ ഭാഗത്തിൽ 2 തവണ ഈസ്റ്റ് എടുത്തിടണം. അപ്പോൾ ആദ്യത്തെ സ്പൂൺ ഇടുകയാണ് നമ്മൾ. 2ാമത്തെ സ്പൂൺ ഇട്ടു. 2.5 പറഞ്ഞിട്ടുള്ളത്, 2 അല്ല. അപ്പോൾ ഒരു അരയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2.5 സ്പൂൺ നമ്മൾ ഈസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ടു. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. 1 സ്പൂൺ ഉപ്പ് നമ്മൾ ചേർക്കുകയാണ്. ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഇതുപോലുള്ള പൊടികളൊക്കെയാണ് ആദ്യം നമ്മൾ ചേർക്കേണ്ടത്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിലും വെള്ളവും ഒഴിക്കാം. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്കൊരു മുട്ട വേണമെങ്കിൽ പൊട്ടിച്ച് ചേർക്കാൻ പറ്റും. പിന്നെ ബട്ടർ വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഓയിൽ ഒഴിക്കാം. 2.5 സ്കൂപ്പ് ഓയിലാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2.5 സ്കൂപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ആരെയും കൂടി ഒഴിക്കും. മുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് പറയണേ. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിൽ ചേർക്കേണ്ടത് വെള്ളം മാത്രമാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിട്ടുള്ളത് 180 മില്ലി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അളവ് കപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ 180 മില്ലി വെള്ളം എടുത്തതിൽ ഒഴിക്കണം. 180 മില്ലി വെള്ളം നമ്മൾ ഈ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്.
വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 40-50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള വെള്ളമാണ് ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് തന്നെ ഈസ്റ്റ് വെള്ളത്തിൽ കലക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റാണ് ചേർക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതുപോലെ തന്നെ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ നമ്മൾ ഈ പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് ബാക്കി മെനുവിൽ വേണ്ട സെറ്റിങ്സൊക്കെ ചെയ്ത് കൊടുക്കാം. പാത്രം റൈറ്റിലേക്ക് തിരിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോഴാണ് അതൊരു സെറ്റായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ പാത്രം സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് മുകളിലേക്ക് വലിച്ചാലൊന്നും കിട്ടില്ല. അപ്പോൾ പാത്രം നമ്മൾ വെച്ചു, നമുക്കിതിൻ്റെ ഡോറൊക്കെ ഒന്ന് അടയ്ക്കാം. അപ്പോൾ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി പവറൊന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ മെനുവിൽ ടൈമറും കാര്യങ്ങളും പിന്നെ ബ്രെഡിൻ്റെ കളറും വെയിറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് തുടക്കമായതുകൊണ്ട് നമുക്ക് യൂസർ മാനുവൽ നോക്കി തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ മാനുവലിലേക്ക് ഒന്നുകൂടി പോകാം. നമ്മൾ ക്യൂബ് ബ്രെഡാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യൂബ് ബ്രെഡിൻ്റെ നമ്പർ 2 ആണ്. അപ്പോൾ നമ്മൾ മെനുവിൽ പോയിട്ട് നമ്പർ 2 സെലക്ട് ചെയ്യണം. ഇപ്പോൾ 2 ആയി. ഇനി നമ്മൾ 500 ഗ്രാം ബ്രെഡാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് 750 എന്നുള്ളത് മാറ്റിയിട്ട് 500ലേക്ക് ഇടാം. അപ്പോൾ 500 ഗ്രാം ക്യൂബ് ബ്രെഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ടൈം കാണിക്കുന്നുണ്ട്. 1 മണിക്കൂർ 55 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ബ്രെഡ് കിട്ടുന്നത്. ഇനി കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. ഇപ്പോൾ കളർ സെറ്റിങ്ങിൽ പോയിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡാർക്ക്, ഫ്രൂട്ട്, ലൈറ്റ് അങ്ങനെ പല കളറുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്കൊരു മീഡിയം കളർ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിലിപ്പോൾ ഈ ടൈമർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ടൈമറിൽ പണിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സമയത്തിൽ നമുക്ക് ബ്രെഡ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ മെഷീൻ ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ മാവ് കുഴയ്ക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ മാവ് കുഴക്കലൊക്കെ തീർന്നതിന് ശേഷം കുറച്ച് സമയം ഇത് വെയിറ്റ് ചെയ്യും, ഫെർമെൻറ്റേഷൻ നടക്കാനൊക്കെ ആയിട്ട്. അതിന് ശേഷം ഇത് ബ്രെഡ് ബേക്ക് ചെയ്ത് ചൂടോടുകൂടി നമുക്ക് തരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ 55 മിനിറ്റാണ് നമുക്ക് ഈ പ്രോസസ്സിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മെഷീനോട് വെച്ചിട്ട് പോയിട്ടൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, ബ്രെഡ് റെഡിയാണ്. ഇനി ഇത് നല്ല ചൂടായിരിക്കും. അപ്പോൾ ആരും പോയി കൈയിട്ട് തുറക്കാനായിട്ടൊന്നും ശ്രമിക്കരുത്. ഈ ഹാൻഡിൽ നമ്മൾ ഒരു തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പിടിച്ചിട്ട് തുറക്കാനായിട്ട്. നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പാത്രത്തിലേക്ക് പകർത്താനായിട്ട്. അപ്പോൾ ബ്രെഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മുറിക്കാൻ പാടില്ല. ഒരു 20 മിനിറ്റ് ചൂടാറാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് മുറിക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടാണ്. ബ്രെഡ് നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് മുറിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ കൃത്യമായിട്ട് മുറിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ കത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ബ്രെഡൊക്കെ കട്ട് ചെയ്യാനായിട്ട് നല്ല കത്തിക്ക് വേണം. വലിയ കത്തിക്ക് ഉണ്ടാവും. അതൊക്കെ വാങ്ങി നല്ല മുറിച്ചുള്ള കത്തിക്ക് വാങ്ങി ഉപയോഗിക്കാം. എന്തായാലും പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഹോള് കാണുന്നുണ്ട്. ആ ഹോളെന്ന് പറഞ്ഞാൽ ഈ നമ്മളിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊടുക്കുന്ന മാവും പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ടൊരു ചെറിയൊരു സംഭവം നമ്മൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ഹോള് കാണുന്നത്. പക്ഷേ ഫിനിഷിങ് നല്ലതാണ്. ബ്രെഡ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1-2 കഷ്ണം കൂടി കട്ട് ചെയ്തിട്ട് നോക്കാം. കത്തി ഒന്നുകൂടി ചൂടാക്കട്ടെ. പിന്നെ ഇത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് നല്ല സ്ലൈസൊക്കെ ആക്കാനായിട്ട് പറ്റും. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം സക്സസ് ആണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല ചൂടൻ ബ്രെഡ് തന്നെ കഴിക്കാം വീട്ടിലുണ്ടാക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ
ഒരു സൈഡ് മുറിച്ചു. ഇനി നമുക്ക് തിരിച്ചു വെച്ചിട്ട് മറ്റേ സൈഡൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ വരുന്ന അറിയാം. നമുക്ക് പകുതി വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പ്രാക്ടീസൊക്കെ വേണ്ട ഒരു പണിയാണ്. എന്നാലും നമ്മൾ അറിയില്ലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. എന്താവും അറിയില്ല. കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കത്തി അത്ര പോരാ, പിന്നെ ഒരു ചോപ്പിംഗ് ബോർഡ് പോലെ എന്തെങ്കിലും ഒരു ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇത് ശരിക്കും കട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷെ നല്ല ബ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്രെഡാണ്. കട്ടിങ്ങൊന്നും അത്ര കണ്ടീഷനായില്ല, പക്ഷെ ബ്രെഡ് നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പീസൊക്കെ എടുത്ത് തിന്ന് നോക്കാം കേട്ടോ. സംഭവം കൊള്ളാം. പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിൻ്റെ ടേസ്റ്റാണോ അല്ലെങ്കിൽ അതേ ഒരു ഫീലാണോ എന്ന് വെച്ചാൽ അതുപോലെയല്ല. ഒരു ഏകദേശം ഒരു വീറ്റ് ബ്രെഡിൻ്റെ ഒക്കെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ കിട്ടണേ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് മൈദ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീൻ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് 2 മണിക്കൂർ കൊണ്ട് ബ്രെഡൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ നടത്തി ഓരോ പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് പൈസ കൊടുക്കണമെന്നുള്ളൊരു ഐറ്റം ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, ഏതളവിൽ ചേർക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഏകദേശം ആ യൂസർ മാനുവലിൽ കണ്ട് യൂട്യൂബിലെ കുക്കിംഗ് പോലെ ഒരു പരീക്ഷണം നടത്തിയതാണ്. നല്ല സംഭവം വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ തവണ ഇതുപോലെ ചെയ്ത് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു മെഷീനാണ്. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാം. പിന്നെ ഈ മെഷീൻ വാങ്ങിയത് നമ്മളല്ല, നമ്മുടെ ഫ്രണ്ട് ലിൻസാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു വിട്ടതാണ്. അപ്പോൾ ലിൻസിൻ്റെ പ്രത്യേകം താങ്ക്സ് ഉണ്ട്. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.